അപ്പോൾ മച്ചാനെ നമ്മളെ ഇഞ്ചി കൃഷി ചെയ്യാൻ നമുക്ക് പറ്റിയ സ്ഥലമാണ് ഇതുപോലുള്ള റബ്ബർ തോട്ടങ്ങൾ. റബ്ബർ തോട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ റബ്ബറിൻ്റെ വെട്ടമൊക്കെ തീർന്ന് പാലൊക്കെ തീർന്ന് നിൽക്കുന്ന സമയമാണ്. ഈ സമയങ്ങളിൽ നമ്മളെ തോട്ടം ഒഴിയുകയും ചെയ്യും, നമുക്ക് ഇഞ്ചി കൃഷി സുഖമായിട്ട് ചെയ്യുകയും ചെയ്യാം. കാരണം ഏറ്റവും കൂടുതൽ ഇഞ്ചിക്കും മഞ്ഞളിനുമൊക്കെ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഷെയ്ഡ് പ്രതീതി, അതായത് തണലുള്ള ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടം. എന്നാൽ കൊടും ചൂടുള്ള സ്ഥലത്ത് നമ്മൾ ഇഞ്ചി കൃഷി ചെയ്ത് നോക്കിയാൽ ഇഞ്ചി കൃഷി വിജയിക്കില്ല. 100% നമുക്ക് ഇഞ്ചി കൃഷി കൊടും വെയിലിൽ നമുക്ക് സക്സസ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇഞ്ചി, അതുപോലെ തന്നെ നമ്മളെ മഞ്ഞൾ, കൂവ, ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. അത് നമ്മൾ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുവട് ഭാഗം കിളച്ചിളക്കിക്കൊണ്ട് ചെയ്യരുത് ഒരിക്കലും. അതായത് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഗ്രോ ബാഗ് നിറച്ച്, അതുപോലെ തന്നെ ഗ്രോ ബാഗ് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കണം. അതായത് ചാക്ക് ഉപയോഗിച്ച് നമുക്ക് സ്വന്തമായിട്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ അതിൻ്റെ രീതി നമ്മൾ പിന്തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഇഞ്ചി കൃഷി വിജയിക്കാം. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെയ്ത് ഞാൻ ഇപ്പോൾ ഒരു ചാക്ക് ഇഞ്ചി ഞാൻ എടുത്ത് കാണിച്ചു തരാം മച്ചാന്മാർക്ക്. അപ്പോൾ അതിലേക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൽ കള്ളമാണോ സത്യമാണോ എന്ന്. അതുപോലെ തന്നെ ചിലർക്ക് സംശയം ഉണ്ടാകും, ഇഞ്ചി കൃഷി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെട്ടുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടാവില്ലേ എന്ന്. ഇഞ്ചി നമ്മൾ വെട്ടുന്ന സമയത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇഞ്ചി അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുത്ത് മാറ്റി വയ്ക്കാം. ഇതുപോലുള്ള ചാക്കുകളിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇഞ്ചിയെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മളെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കാം. നമുക്ക് നല്ലൊരു വിളവും കിട്ടും. അതുപോലെ തന്നെ നമ്മളെ റബ്ബറിൽ നിന്ന് കിടിലം പാലാണ് കിട്ടുന്നത്. കിടിലം പാലെന്ന് പറഞ്ഞാൽ സെറ്റപ്പായിട്ട് ഒരു ചിരട്ട നിറച്ച് നമുക്ക് പാല് കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്ന ജൈവവളങ്ങൾ മൊത്തവും അത് ഇഞ്ചി സ്വീകരിക്കുന്നതിലും കൂടുതൽ റബ്ബറിൻ്റെ ചുവട്ട് ഭാഗത്തേക്ക് ആ ജലാംശം മുഖേന ആ വളങ്ങൾ എത്തുകയും റബ്ബർ അത് വലിച്ചെടുക്കുകയും റബ്ബറിന് നല്ല പാലുണ്ടാവുകയും നല്ല പുഷ്ടിയോടെ റബ്ബർ വളർന്നു വരികയും ചെയ്യും. നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാണ് ഗുണം, ഒന്നല്ല, 2 ഗുണമാണ്. കാരണം റബ്ബറിനെ സംരക്ഷിക്കാം, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വിളവും എടുക്കാം. കാണുന്നത് ഞാൻ ഇഞ്ചി ചെടി ഇതുപോലൊരു റബ്ബറിൻ്റെ ചുവട് ഭാഗത്ത് വെച്ചിരിക്കുന്നത്. ഇത് റബ്ബർ മരമാണ്, അതിൻ്റെ ചുവട് ഭാഗത്ത് ഇഞ്ചി വെച്ചിരിക്കുന്നത്. ആ ഇഞ്ചി നമുക്ക് മറിച്ചിട്ട് കാണാം. ഇത് കണ്ടോ, ഇതാണ് ഇഞ്ചി. ഇത് ഉണങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മഴ സമയത്ത് ഞാൻ കൃഷി ചെയ്തതാണ്. ഇത് എടുത്തില്ല, വിത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് കരിയിലേക്ക് ഒന്ന് ഇങ്ങനെ മാറ്റിയിട്ട് നമുക്കതിനെ തട്ടി നോക്കാം എങ്ങനെയുണ്ട് നമ്മളെ ഇഞ്ചി കൃഷി വിജയിച്ചില്ലയോ എന്ന്. കണ്ടോ വെച്ചാൽ നമ്മളെ ഇഞ്ചി നമ്മൾ തട്ടിയിട്ടിരിക്കുകയാണ്. നോക്കി ഇഞ്ചി കണ്ടോ, ഇതാണ് നമ്മളാ ചെറിയ ഒരു ചാക്കിൽ നമുക്ക് കിട്ടിയ ഇഞ്ചിയാണ്. കണ്ട ചുവട് ഭാഗത്ത് പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടോ, ഇളവി വരുന്നില്ല. നോക്കിയേ, ഇതെല്ലാം ഇഞ്ചിയാണ്. കണ്ട ഒരു ചെറിയ ചാക്കാണിത്. ഇതുപോലെ ഒരു ചെറിയ ചാക്കിലാണ് ഞാൻ കൃഷി ചെയ്തത്. എന്നിട്ട് പോലും നമുക്ക് റബ്ബറിൻ്റെ മൂട്ടിൽ നിന്ന് കിട്ടിയ റബ്ബറിൻ്റെ ചുവട് ഭാഗത്താണ് ഞാൻ ഇത് വെച്ചിരുന്നത്. കണ്ടോ, അപ്പോൾ എന്തുമാത്രം റബ്ബറാണ് നമ്മളിങ്ങനെ വെട്ട് കഴിഞ്ഞ് വെറുതെ നമ്മൾ വേസ്റ്റാക്കി ഇട്ടിരിക്കുന്നത്. ആ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് കുറച്ച് മതി, തോനെയൊന്നും വേണ്ട. നമുക്ക് ഇതുപോലെ നമ്മളൊരു 50 ചാക്കിലോ 100 ചാക്കിലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിലോ ഇഞ്ചി കിട്ടും? ഇത് തന്നെ ഇപ്പം നോക്ക്, ഇത് ഏതാണ്ട് ഒരു 1.5 കിലോയോളം വരും ഈ ഇഞ്ചി തന്നെ. 1.5 കിലോ 2 കിലോയ്ക്ക് അടുപ്പിച്ച് വരും ഇത്. ഇത്രയും ഇഞ്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് റബ്ബർ തോട്ടത്തിൽ നല്ലതുപോലെ നമുക്ക് വിളവെടുക്കാൻ പറ്റും. അതിനുള്ള വഴിയാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും, എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ റബ്ബർ തോട്ടത്തിൽ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും വലിയ ചാക്കുകളാണ് നമ്മൾ എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിളവ് അതിൽ കിട്ടും. അതുപോലെ തന്നെ നല്ലതുപോലെ പോർട്ടി മിക്സ് നിറയ്ക്കാനും പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ചാക്കുകളെ എൻഡ് സൈഡുകൾ ഇതുപോലെ നമുക്ക് ഓരോ കെട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ കെട്ടുക. അതായത് നമ്മൾ ഓപ്പൺ ആയിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് നമ്മൾ ഇതുപോലെ മൂലകൾ പിടിച്ച് 2 കെട്ടി കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കാണാം. ഇപ്പോൾ കണ്ടോ, നല്ലൊരു ഗ്രോ ബാഗായി. ഇത് നമുക്ക് ഒരു ഗ്രോ ബാഗിന് 10-18 രൂപയാവും. അത് നമ്മൾ വാങ്ങിക്കുന്ന പൈസയ്ക്ക് നമുക്ക് ഇതിലേക്ക് ചാണകപ്പൊടിയോ മറ്റ് സാധനങ്ങളോ വാങ്ങിച്ച് നമുക്ക് നല്ലതുപോലെ കൃഷി ചെയ്യുകയും ചെയ്യാം. എന്ത് വലിയൊരു ഗ്രോ ബാഗായി നോക്കി. അതുപോലെ തന്നെ നമ്മൾ ഈ ഇഞ്ചി കൃഷി ചെയ്യുന്ന സമയത്ത് സാധാരണയായി നമ്മൾ ഹോളുകൾ ഇടുന്ന ഏറ്റവും അടിഭാഗത്താണ്. എന്നാൽ നമ്മൾ റബ്ബർ തടത്തിലാണ് നമ്മൾ ഇതുപോലെ ഇഞ്ചി കൃഷി ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ മണ്ണിൽ നിന്നും ഏതാണ്ട് ഒരു 2-2.5 ഇഞ്ച് പൊക്കത്തിലെങ്കിലും ഒരു ഹോളിട്ട് വേണം നമ്മൾ ഈ ഹോളിട്ട് കൊടുക്കാൻ.
ആ പൊക്ക 2-2.5 ഇഞ്ച് പൊക്കമെങ്കിലും നമ്മൾ മുകളിലോട്ട് നിർത്തി വേണം ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അതായത് ഇതുപോലെ 2-3 ഹോൾ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അടിഭാഗത്ത് കൊണ്ടുവന്ന് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്താൽ ഈ റബ്ബറിൻ്റെ പൊറ്റ കയറി നമ്മളെ ഇഞ്ചിക്ക് കൊടുക്കുന്ന എല്ലാ പോട്ടി മിക്സിലുള്ള ഗുണങ്ങളും വലിച്ചെടുത്തുകൊണ്ട് പോകും. ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യേണ്ട മണ്ണ് എന്ന് പറയുന്ന മേൽമണ്ണ്, അതായത് 10 സെൻറ്റിമീറ്റർ, നമ്മളെ പുരയിടത്തിൽ 10 സെൻറ്റിമീറ്റർ ഡെപ്തിലുള്ള മണ്ണ് വേണം നമ്മൾ മേൽമണ്ണായിട്ട് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ മേൽമണ്ണ് പൂർണ്ണമായി ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ട മണ്ണിന് 100 ഗ്രാം എന്ന അളവിൽ നമ്മൾ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി 15 ദിവസം ചെറിയ നനവും കൊടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കൃഷിക്കായിട്ട് എടുക്കാവൂ. കാരണം അസിഡിറ്റി, അതായത് പുളിരസം ശകലം പോലും ഇല്ലാത്ത മണ്ണാണ് നമ്മളെ ഇഞ്ചി കൃഷിക്ക് ഏറെ അനുയോജിച്ചത്. എങ്കിൽ മാത്രമേ ഇഞ്ചി നല്ലതുപോലെ തഴച്ച് വളരൂ, നല്ല വിളവും കിട്ടും. ഇതിൽ പറഞ്ഞു പോകാൻ വിട്ടുപോയ മറ്റൊരു മെയിനായ കേസുണ്ട്. നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മണ്ണ് ശുദ്ധീകരിക്കുമ്പോൾ അതിലേക്കൊരു 10 ഗ്രാം ബ്ലീച്ചിങ് പൗഡറും കൂടെ ചേർത്ത് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. ഈ 10 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ നമ്മൾ ഈ മണ്ണ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത് സാധാരണ ഇഞ്ചി കർഷകരിൽ കൃഷി ചെയ്യുന്നിടത്ത് കാണുന്ന ഒരു സ്ഥിരം അസുഖമാണ് നമ്മളെ ഇഞ്ചിയുടെ മൂട് ചീഞ്ഞു പോകുന്ന ഒരു അസുഖം. അതുപോലെ തന്നെ കൂമ്പിലകൾ അഴുകിപ്പോകുന്നതും. അങ്ങനെയൊക്കെ ഉള്ള അസുഖത്തെ നമുക്ക് ചെറുക്കാൻ ഈ ബ്ലീച്ചിങ് പൗഡർ നമുക്ക് ഉപകരിക്കും. ഇതുപോലെ ട്രീറ്റ് ചെയ്യുന്ന നമ്മുടെ മണ്ണിനെ ഇതുപോലെ ഒരു ചാക്കോ മറ്റോ എടുത്ത് അതിലേക്ക് നമ്മൾ നിറച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചേക്കുക. അതായത് ഒരു 15 ദിവസത്തേക്ക് ഇതിൽ 50% നനവ് നിലനിർത്തത്തക്ക വിധത്തിൽ വൈകുന്നേരം സമയങ്ങളിൽ കുറച്ച് വെള്ളം ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചുവട്ടിലേക്ക് നനച്ചു കൊടുക്കുക. ഇതുപോലെ ഞാൻ മണ്ണ് ട്രീറ്റ് ചെയ്ത് നമ്മൾ ചാക്കിൽ കുറച്ച് ദിവസത്തിന് മുന്നേ കെട്ടി വെച്ചിരുന്നതാണ്. ഇതുപോലെ ഇഞ്ചി കൃഷിക്കും അതുപോലെ തന്നെ മറ്റ് കൃഷികൾക്കും വേണ്ടിയിട്ട് 100 ഗ്രാം കുമ്മായപ്പൊടി ചേർത്ത് ഇതുപോലെ ഒരു ചാക്കിൽ ഒരു കുട്ട മണ്ണിനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ മണ്ണാണ് ഞാൻ ഇഞ്ചി കൃഷിക്കായിട്ട് പോട്ടി മിക്സ് നിറയ്ക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളെ മേൽമണ്ണ് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മേൽമണ്ണ് ഇതിലേക്ക് തട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചാരമാണ്. അതായത് നമ്മളെ വീടുകളിൽ അടുപ്പുകളിൽ നിന്നെടുക്കുന്ന ചാരം, വുഡ് ആഷ്, അത് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കുക. ഇനി ഇതോടൊപ്പം നമുക്ക് ചാണകപ്പൊടിയോ ആട്ടുംകാഷ്ടമോ കോഴിവളമോ ഉണ്ടെങ്കിൽ അതും മിക്സ് ചെയ്യാം. ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന മീൻ വളമാണ്. എൻ്റെ വീട്ടിൽ മീൻ കണ്ടിക്കുന്ന വേസ്റ്റുകളുണ്ട് ഉപയോഗിച്ച് ഞാൻ ചെയ്ത വളമാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഏത് കൃഷിക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഫലം നമുക്ക് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത മച്ചാന്മാരൊക്കെ ആ വീഡിയോ കാണുമ്പോൾ എങ്ങനെ നമ്മളെ വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് മീൻ വളം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആ മീൻ വളവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്ത് ഇനി നമുക്ക് കാണാം. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ മീൻ വളം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മീൻ വളം പരുവാകുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇതാണ് മീൻ വളം. ഇതുപോലെ നല്ല പുഷ്ടിയുള്ള മീൻ വളമായിട്ട് വരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മീൻ വളമാക്കി നമുക്കെടുക്കാം. ഇഞ്ചി കൃഷി ചെയ്യാൻ ഏറ്റവും നല്ല വളം എന്ന് പറയുന്നത് നമ്മളെ ജൈവവളങ്ങളിൽ വെച്ച് ഈ ചാരം തന്നെയാണ്. ഈ ചാരം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയും കൂടിയാണ് ഇഞ്ചി. അതുപോലെ തന്നെ എല്ലുപൊടിയോ വേപ്പമുണ്ണാക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇതിനോടൊപ്പം ചേർക്കാം. എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് ചേർക്കാത്തത്. കാരണം എനിക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള കൃഷി രീതിയാണ് ഇഷ്ടം. ഇത് വളരെ പൈസ കുറച്ച് നല്ല വിളവ് നമുക്ക് നേടാൻ പറ്റുന്ന രീതിയാണ് എൻ്റേത്. എല്ലുപൊടി ഉള്ളവർക്ക് എല്ലുപൊടി ചേർത്ത് കൊടുക്കാം. അഥവാ എല്ലുപൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാജ്ഫോസ് ഉണ്ടെങ്കിൽ അത് 1/2 കിലോ രാജ്ഫോസ് ഇതിൽ കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. കാരണം രാജ്ഫോസിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് വളമാണ്. അതായത് നമ്മളെ ഗ്രോ ബാഗ്, നമ്മൾ നേരത്തെ കെട്ടിയ ഗ്രോ ബാഗ് എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് പോട്ടി മിക്സ് നിറയ്ക്കുക ആദ്യം. അതായത് 1 ഇഞ്ച് കനത്തിൽ അടിഭാഗത്ത് നിറയ്ക്കുക. നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട മണ്ണിന് മുകളിലേക്ക്, അതായത് പോട്ടി മിക്സിന് മുകളിലേക്ക് നമ്മൾ കരിയിലയാണ്, പുരയിടങ്ങളിൽ കിടക്കുന്ന നമ്മൾ അഴുക്ക കരിയിലയാണ് വാരിക്കൊണ്ടുവന്ന് നമ്മളിതിലേക്ക് നിറച്ചു കൊടുക്കുന്നത്. കരിയില നിറയ്ക്കുമ്പോൾ എപ്പോഴും 3 ഇഞ്ച് കനത്തിൽ അല്ലെങ്കിൽ 4 ഇഞ്ച് കനത്തിൽ കരിയില നല്ലതുപോലെ അമർത്തി വെച്ച് കൊടുക്കണം. കരിയില ഇട്ട ശേഷം ആ കരിയിലയുടെ മുകളിലേക്ക് നമ്മൾ വെള്ളം കുടഞ്ഞു കൊടുക്കുക. വെള്ളം കുടഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഗോമൂത്രമോ അതുപോലെ തന്നെ ചാണകസ്രടിയോ ഉണ്ടെങ്കിൽ അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ല എങ്കിൽ നമ്മളെ വീട്ടിലുള്ള പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കരിയില നനച്ചതിന് ശേഷം നമുക്ക് അതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ ചെറുതായിട്ട് 1 ഇഞ്ച് കനത്തിൽ നമ്മൾ പോട്ടി മിക്സ്
നൈസായിട്ടൊന്ന് നിരത്തി കൊടുക്കുക 1 ഇഞ്ച് കനത്തിൽ. വീണ്ടും അതിൻ്റെ മണ്ടയിൽ കരിയില നിറച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് കനത്തിൽ നിറയ്ക്കണമെന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ 1 ഇഞ്ച് മണ്ണിട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ കരിയില ഇതുപോലെ നിറച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ലെയറായിട്ട് നമ്മളെ ചാക്കിൽ നിറച്ച് വയ്ക്കാം. കാരണം ഇത് എത്ര നിറച്ചാലും കുറച്ച് ദിവസം കഴിഞ്ഞ് മഴ പെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇഞ്ചി നട്ടാൽ ഇഞ്ചി പൊടിക്കൂ. ആ സമയത്ത് ഈ സാധനം താരും, നല്ലതുപോലെ കമ്പോസ്റ്റായി താരും. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ചാക്ക് ഫുള്ളായിട്ട് നിറയ്ക്കാം. ഒരിക്കലും മണ്ണിട്ട് നിറയ്ക്കരുത്. ഏറ്റവും കൂടുതൽ നമ്മൾ കരിയില തന്നെ വെച്ച് നിറയ്ക്കണം. നമ്മൾ നിറച്ച ഈ ഒരു ചാക്കിലേക്ക് നമ്മൾ വെള്ളം അടുത്തത് നേരത്തെ കണ്ടതുപോലെ തന്നെ വെള്ളം നമുക്ക് കുടഞ്ഞു കൊടുക്കാം, നല്ലതുപോലെ നനച്ചു കൊടുക്കാം. കരിയിലയുടെ പുറത്തേക്ക് വീണ്ടും വെള്ളം നമ്മൾ നല്ലതുപോലെ നനച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോട്ടി മിക്സ് നിറച്ച് ഈ ഇഞ്ചിയെ നടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇഞ്ചി നടാനായിട്ട് പോട്ടി മിക്സ് നിറയ്ക്കുന്ന ഭാഗത്തേക്ക് ഒരു 2 ഇഞ്ച് കനത്തിലാണ് ഞാൻ ഈ പോട്ടി മിക്സ് നിറച്ചിരിക്കുന്നത്. അടുത്തായി നമ്മൾ ഇഞ്ചി നടാനായിട്ടെടുക്കുന്ന വിത്തിനായിട്ടെടുക്കുന്ന ഇഞ്ചി എന്ന് പറയുന്നത് ഇതുപോലെ നല്ല മൂപ്പെത്തിയ ഇഞ്ചി തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗമുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് ഇതുപോലെ പൊടിപ്പുള്ള ഭാഗം മുകളിൽ വരത്തക്ക വിധത്തിലേക്ക് നമുക്ക് താത്തു വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഞാനിതിൽ 5 കഷ്ണം 30 ഗ്രാം വെയിറ്റുള്ള 5 കഷ്ണം ഇഞ്ചിയാണ് ഞാൻ വിത്തായിട്ട് ഇത് നട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ നനച്ചു കൊടുക്കാമെന്ന്. നമ്മളെ പോട്ടി മിക്സ് നല്ലതുപോലെ നനച്ചതിന് ശേഷം ഇനി അതിന് മുകളിലേക്ക് ഞാൻ കരിയിലയിട്ട് പൊതിഞ്ഞ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇഞ്ചിക്ക് എപ്പോഴും വേണ്ടത് പൊതയാണ്. ഇഞ്ചിക്ക് നല്ല പൊത എപ്പോഴും, മഴയത്തായാലും ശരി ചൂട് സമയത്തായാലും ശരി, ഇഞ്ചിക്ക് പൊത വളരെ അത്യാവശ്യമുള്ള ചെടിയാണ്. ഏറ്റവും കൂടുതൽ പൊത ഇഷ്ടപ്പെടുന്ന ചെടിയുമാണ് ഇഞ്ചി. ർക്ക് പൊതുവേ ഒരു സംശയം ഉണ്ടാവും, ഈ മാസം നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം ഇഞ്ചി പൊടിച്ചു വരില്ലെന്ന്. ഒരിക്കലും ഇഞ്ചി അങ്ങനെ പൊടിച്ചു വരില്ല. അഥവാ പൊടിച്ച് വന്നാൽ പോലും അത് നശിച്ചു പോവില്ല. അത് അവിടെ ഇരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ കാലവർഷം വരുമ്പോൾ, നല്ല മഴ പെയ്യുമ്പോൾ മാത്രമേ ഇഞ്ചി തളർത്ത് വരൂ. ഇഞ്ചി ആ സമയത്ത് മാത്രമേ നല്ലതുപോലെ വളർന്ന് പുഷ്ടിയോടെ കയറി വരികയും ചെയ്യൂ. ഒരു മാസത്തിലോ 15 ദിവസമോ കൂടുമ്പോൾ നമ്മൾ ഇതിലേക്കൊന്ന് വെള്ളം കുടഞ്ഞു കൊടുക്കണം. കാരണം ഒരു ചെറിയ നനവ് ഇതിൽ കൊടുത്തു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി ഉണങ്ങിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി. അതൊരു ചെറിയൊരു നനവ് ഇതിൽ നിൽക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു റബ്ബറിൻ്റെ ചുവട്ടി ഭാഗത്ത് നമുക്കിത് വെച്ച് കൊടുക്കാം. ഈ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് പല ഗുണങ്ങളാണുള്ളത്. കാരണം നമ്മൾ വെട്ടണ്ട, കിളയ്ക്കേണ്ട. ഒരു സ്ഥലത്ത് നമ്മൾ ഇഞ്ചി നടാൻ വേണ്ടി ഒരാളിനെ വിളിച്ച് കിളപ്പിച്ചാൽ എത്ര രൂപ കൊടുക്കണം, അത് വെട്ടണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം. ഇതാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഓരോ ചാക്കുകളിൽ ഇതുപോലെ നിറച്ച് വെച്ച് കൊടുത്താൽ നമുക്ക് ആവശ്യത്തിന് വിളവെടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും മച്ചാൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു മച്ചാന്മാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു കാർഷിക വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ തന്നെ നിർത്തുന്നു. എല്ലാ മച്ചാന്മാർക്ക് നന്ദി, നമസ്കാരം.